വയനാട് കൽപ്പറ്റയിൽ നിന്ന് വരുന്ന വാർത്ത, അവിടെ പുതിയ ബസ് സ്റ്റാൻഡിൽ വീണ്ടും അടിപിടി നടന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ രണ്ടു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. രാത്രിയിൽ വാഹനങ്ങൾ കയറാത്തതും പോലീസ് പട്രോളിംഗ് ഇല്ലാത്തതുമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിൽ ഒരു വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ലിനറ്റ് വർഗീസാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേർത്തത്. ലിനറ്റ്, ഇതിപ്പോ ഈ സംഘങ്ങളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ, വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. ആർക്കും പരിക്കേറ്റതായിട്ടൊന്നും തന്നെ അറിവില്ല. എന്നാൽ ഈ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് അക്രമികളുടെ സംഘം അഴിഞ്ഞാടുന്ന കേന്ദ്രമായി മാറുകയാണ് എന്നാണ് അവിടെയുള്ള വ്യാപാരികൾ അടക്കം പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. വൈകുന്നേരം 8:30യോടുകൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. രാത്രിയിൽ വാഹനങ്ങളൊന്നും തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് കയറാറില്ല. പോലീസ് പെട്രോളിംഗും നടത്താറില്ല. ഈ ഒരു പുതിയ ബസ് സ്റ്റാൻഡിൽ രാത്രികാലങ്ങളിൽ KSRTC ബസ്സുകളോ മറ്റ് ബസ് സർവീസുകളോ ഒന്നും കയറാത്തത് ഇത്തരത്തിൽ അക്രമികൾക്ക് വഴിയൊരുക്കുന്നു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അവർ നിരവധി തവണ പോലീസിലും മറ്റ് അധികാരികളെ ഒക്കെ തന്നെ അറിയിച്ച് പരാതി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഓക്കെ ലിനറ്റ്, ശരി.